Hare Krishna. Jnanatimirandasya Jnananjana Shalakaya Chakshushamritamina Tasmai Shri Gurave Namaha. Namo Vishnupadaya Krishnaprishtaya Bhutale Srimate Bhaktivedanta Swamiti Namade Namaste. Saraswate Deve Gauravani Pracharne Nirvishesha Shunivati Pashatha Deshatarne Jai Shri Krishna Chaitanya Prabhu Nityananda Shri Gadadhara Shri Gaura Bhaktavinda. Hare Krishna 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 Hare 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 Ram 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 Hare Hare. Jai Prabhupada ki jai, Jai Guru Maharaj ki jai, Panchato Bhagwan ki jai. Krishnadas Kaviraj Goswami ki jai. 2.6 ആണ് വായിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് ആദിലീല 2.6. അതെ മാജി. ബ്രഹ്മ ആത്മാ ഭഗവാൻ അനുവാദത്തിന് അംഗ പ്രഭാ അംശസ്വരൂപത്തിന് വിധേയ ചിഹ്ന. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിവ മൂന്ന് വിഷയങ്ങളും ബ്രഹ്മജ്യോതി, ഭാഗിക ആവിഷ്കാരം, മൗലിക സ്വരൂപം എന്നിവ യഥാക്രമം അവയുടെ ഗുണവിശേഷങ്ങളുമാണ്. ഇത് ഒരു ശ്ലോകം നമ്പർ 9 വരെ ഞാൻ വായിക്കാന്നാണ് വിചാരിക്കുന്നത്. കണ്ടിന്യൂവേഷൻ ആണ്, ഒരേ കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിവ മൂന്ന് വിഷയങ്ങൾ. ബ്രഹ്മജ്യോതി, ബാഹിക ആവിഷ്കാരം, മൗലിക സ്വരൂപം എന്നിവ യഥാക്രമം അവയുടെ ഗുണവിശേഷങ്ങൾ. ഈ പറഞ്ഞ വിഷയങ്ങളുടെ ഗുണവിശേഷങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇപ്പൊ ഈ ഒരു ശ്ലോകം വായിച്ചാൽ നമുക്ക് ക്ലാരിറ്റി വരില്ല. പക്ഷെ നമുക്ക് അടുത്ത 1-2 ശ്ലോകങ്ങളും കൂടെ വായിക്കുമ്പോൾ ക്ലാരിറ്റി വരും. അനുപാദ ആകെ വാചേ വിധേയ സ്ഥാപന സേയാ അർത്ഥം കഹിഷുന ശാസ്ത്ര വിവരണ. ഒരു ആഖ്യാതം എല്ലായ്പ്പോഴും അതിന്റെ ആഖ്യാതാവിന് വിധേയമാണ്. എന്തായാലും മനസ്സിലായോ? അപ്പൊ ഇത് കുറച്ച് ലാംഗ്വേജ് അറിയുന്ന ഒരു അനലോജി പോലെയാണ്. സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷിലെ ഗ്രാമർ ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന വാക്കുകളാണ് സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്. അതായത് ഒരു ഉദാഹരണം ഞാനിങ്ങനെ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയതാണ്. സബ്ജക്റ്റിന്റെ പ്രെഡിക്കേറ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കണേ. സുമൻ സിസ്റ്റേഴ്സ് ആർ ഗോയിങ് ടു ദ പൂൾ. സുമൻ സിസ്റ്റേഴ്സ് ആർ ഗോയിങ് ടു ദ പൂൾ. അപ്പൊ ഇവിടെ ഈ സെന്റൻസ് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സുമൻ സിസ്റ്റേഴ്സ് ആണ്. സുമൻ സിസ്റ്റേഴ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സുമൻ സിസ്റ്റേഴ്സ് എന്താണ് ചെയ്തത്? ഗോയിങ് ടു ദ പൂൾ. അവര് പൂളിലേക്ക് കുളിക്കാനായിട്ട് പോവാണ്. അപ്പൊ സുമൻ സിസ്റ്റേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആണ് ഗോയിങ് ടു ദ പൂൾ. അപ്പൊ അത് തന്നെ പ്രെഡിക്കേറ്റ് എന്ന് പറയും. അപ്പൊ ഉദാഹരണത്തിന് ഒരു സബ്ജക്ട്, ദ വുമൻ നെക്സ്റ്റ് ടു മേഘൻ സ്പ്ലിറ്റ് ദ ജ്യൂസ്. അല്ല, അത് വേണ്ട, വേറെ നോക്കാം. ദ ചൈൽഡ് ത്രൂ ദ ബോൾ. ഒരു കുട്ടി പന്തെറിഞ്ഞു. ഇതില് സബ്ജക്റ്റ് ആരാണ്? അതിന്റെ പ്രെഡിക്കേറ്റ് എന്താണെന്ന് പറയാമോ? കുട്ടി സബ്ജക്റ്റ്, പന്ത് പ്രെഡിക്കേറ്റ്. പന്തെറിഞ്ഞു എന്നുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ അതെ അതെ. അപ്പൊ അതുപോലെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റിനെ കുറിച്ച് വിവരിക്കുന്ന കാര്യം, സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുള്ള വിവരിക്കുന്നത് കാര്യം പ്രെഡിക്കേറ്റ്. അപ്പൊ സബ്ജക്റ്റിനെ ഫോളോ ചെയ്ത് പ്രെഡിക്കേറ്റ് വരും. അപ്പൊ ഇതിൽ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുള്ളത് പ്രെഡിക്കേറ്റ് ഓൾവേസ് ഫോളോസ് സബ്ജക്റ്റ് എന്നാണ്. എപ്പോഴും ആ പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിനെ ഫോളോ ചെയ്ത് വരും. അപ്പൊ ഇവിടെ വിഷയങ്ങൾ, ആത്മീയ വിഷയങ്ങൾ എന്ന് പറഞ്ഞ 3 വിഷയങ്ങൾ, ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ, ഇത് 3 ആത്മീയ വിഷയങ്ങളാണ്. പക്ഷെ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രെഡിക്കേറ്റ് ഉണ്ട്, അതിനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ ഒരു ആഖ്യാതം, സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റും പറയുന്ന വാക്കുകളാണ്. ഒരു ആഖ്യാതം എല്ലായ്പ്പോഴും അതിന്റെ ആഖ്യാതാവിന് വിധേയമാണ്. ആഖ്യാതാവിന് വിധേയമായിട്ടാണ് ആഖ്യാതം നിൽക്കുന്നത്. പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിന് വിധേയമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ശ്ലോകത്തിന്റെ സാരം വേദശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കി വിശദീകരിക്കാം എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയാം. അപ്പൊ ഇവിടത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ. അപ്പൊ
അടുത്ത ശ്ലോകം വായിച്ചു നോക്കാം. സ്വയം ഭഗവാൻ കൃഷ്ണ വിഷ്ണു പരതത്വ പൂർണ്ണജ്ഞാന പൂർണ്ണാനന്ദ പരമ മഹത്വ. സർവവ്യാപിയായ വിഷ്ണുവിന്റെയും പരമതത്വമാണ് ആദിപുരുഷനായ കൃഷ്ണൻ. അവിടുന്ന് ജ്ഞാനപൂർണനും ആനന്ദപൂർണനുമാകുന്നു. അവിടുന്നാണ് പരമമായ അതീന്ദ്രിയ സത്ത. ഇവിടെ ഭഗവാൻ ആരാണ് എന്നുള്ളത് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞത് ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ, ഈ 3 വിഷയങ്ങളുണ്ട്. ഈ 3 സബ്ജക്റ്റിനെ ഫോളോ ചെയ്ത് വരുന്ന പ്രെഡിക്കേറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആഖ്യാതാവിനെ ഫോളോ ചെയ്ത് വരുന്ന പ്രെഡിക്കേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മജ്യോതിസ്. ബ്രഹ്മജ്യോതിസിൽ നിന്നാണ് വരുന്നത്. ഭഗവാന്റെ ഭാഹിക ആവിഷ്കാരമാണ് പരമാത്മാവ്. ഭഗവാന്റെ മൗലിക സ്വരൂപം അതാണ് ഭഗവാൻ അല്ലെ. അപ്പൊ ഇതിന്റെ ഈ ശ്ലോകത്തില് ഈ മൗലിക സ്വരൂപമായിട്ടുള്ള ഭഗവാൻ ആരാണ് എന്ന് പറയാൻ. അപ്പൊ സർവവ്യാപിയായ വിഷ്ണുവിന്റെയും പരമതത്വമാണ് ആദിപുരുഷനായ കൃഷ്ണൻ. അപ്പൊ ആദിപുരുഷനായ കൃഷ്ണനാണ് ആ മൗലിക സ്വരൂപം. കൃഷ്ണന്റെ സ്വരൂപമാണ് ഭഗവാന്റെ മൗലിക സ്വരൂപം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയുന്നത്. പിന്നെ 1-2 വാക്കുകൾ കൃഷ്ണനെ വർണ്ണിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പരതത്വ. പരതത്വ എന്ന് പറയുമ്പോൾ പരമമായ സത്യം, പരമമായ സത്യം. പൂർണ്ണജ്ഞാന, പൂർണമായ അറിവ്. പൂർണ്ണ ആനന്ദ, പൂർണമായ ആനന്ദം. പരമ മഹത്വ, പരമായ മഹത്വം. സർവവ്യാപിയായ വിഷ്ണുവിന്റെയും പരമതത്വമാണ് ആദിപുരുഷനായ കൃഷ്ണൻ. അവിടുന്ന് ജ്ഞാനപൂർണനും ആനന്ദപൂർണനുമാകുന്നു. അവിടുന്നാണ് പരമമായ അതീന്ദ്രിയ സത്ത. അടുത്ത ശ്ലോകം വായിക്കാം. നന്ദസുത ബലി യാൻരേ ഭാഗ്യ സേ കൃഷ്ണ അവതീർണ ചൈതന്യ ഗോസാനി. നന്ദസുത, നന്ദ മഹാരാജാവിന്റെ പുത്രൻ. ബലി പോലെ, യാൻരേ ആര്, ഭാഗവതേ ശ്രീമദ് ഭാഗവതത്തിൽ, ഗായി പാടുന്നു, സേ അത്, കൃഷ്ണ കൃഷ്ണൻ, അവതീർണ അവതരിച്ചു, ചൈതന്യ ഗോസാനി ചൈതന്യ മഹാപ്രഭു. നന്ദ മഹാരാജാവിന്റെ പുത്രൻ എന്ന് ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്ന അവിടുന്ന് ചൈതന്യ മഹാപ്രഭുവായി ഭൂമിയിൽ അവതരിച്ചു. അപ്പൊ നമ്മൾ ശ്ലോക നമ്പർ 6 മുതൽ പറഞ്ഞു വരികയാണെങ്കിൽ സ്പിരിച്വൽ നോളജില് ഭഗവാനെ കുറിച്ച് അതീന്ദ്രിയതയിൽ 3 കാര്യങ്ങളാണ് അറിയാനുള്ളത് പറഞ്ഞല്ലേ. 3 സബ്ജക്ട്സ്, 3 വിഷയങ്ങളാണുള്ളത്. ബ്രഹ്മനെ അറിയണം, പരമാത്മാവിനെ അറിയണം, ഭഗവാനെ അറിയണം. എന്നിട്ട് അതിനുശേഷം പറഞ്ഞു ഈ ഭഗവാൻ എന്ന് പറയുന്നത് സർവവ്യാപിയായ വിഷ്ണുവിന്റെയും പരമതത്വമാണ് ആദിപുരുഷനായ കൃഷ്ണൻ. കൃഷ്ണന്റേതാണ് ആ ഒരു മൂലസ്വരൂപം അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ശ്ലോകത്തിൽ പറയുന്ന ആ കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. നന്ദ മഹാരാജാവിന്റെ പുത്രൻ എന്ന് ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുന്ന അവിടുന്ന് ചൈതന്യ മഹാപ്രഭുവായി ഭൂമിയിൽ അവതരിച്ചു. അപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവായി ഭൂമിയിൽ അവതരിച്ചത് എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയാൻ. നല്ലൊരു ഭാവാർത്ഥം ഉണ്ട്, നമുക്ക് വായിക്കാം. സാഹിത്യത്തിലെ സമർത്ഥമായ രചനകൾക്ക് ആവശ്യമായ അലങ്കാര ശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു വിഷയത്തെ അതിന്റെ വിശേഷകത്തിന് മുമ്പായി പ്രതിപാദിക്കണം. ഒരു വിഷയം പറയണം, ആ വിഷയത്തിനെ തുടർന്ന് ആണ് അതിന്റെ പ്രെഡിക്കേറ്റ് അല്ലെ. സബ്ജക്റ്റ് പറഞ്ഞിട്ട് അതിന് തുടർന്ന് പ്രെഡിക്കേറ്റ് പറയണം. വൈദിക സാഹിത്യം കൂടെ കൂടെ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും ഭഗവാനെയും കുറിച്ച് പ്രതിപാദിക്കാറുണ്ട്. അതിനാൽ ഈ 3 പദങ്ങളും അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ വിഷയങ്ങളായി വ്യാപകമായി അറിയപ്പെടുന്നു. എന്നാൽ നിരാകാര ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യ വപുസിന്റെ പ്രഭാരൂപമാണെന്നത് വ്യാപകമായി അറിവുള്ളതല്ല. അപ്പൊ ഇവിടെ വൈദിക സാഹിത്യത്തില് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്രഹ്മത്തെയും പരമാത്മാവിനെയും ഭഗവാനെയും കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ കാര്യമായ ബ്രഹ്മജ്യോതി, ഈ ബ്രഹ്മജ്യോതി എവിടുന്ന് വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചിലപ്പോൾ അറിയാതെ പോകുന്നു.
അപ്പൊ ഇവിടെ പറഞ്ഞു തരികയാണ്, നിരാകാര ബ്രഹ്മജ്യോതി എന്ന് അറിയപ്പെടുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യ വപുസിന്റെ പ്രഭാപൂരമാണ്. ഭഗവാന്റെ ശരീരം ചൈതന്യ മഹാപ്രഭുവിന്റെ, അപ്പൊ കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ ഇനി ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ മതി. ഭഗവാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് പറഞ്ഞു കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ആ ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവായ ആ ഭഗവാന്റെ ദിവ്യ രൂപത്തിൽ നിന്ന്, ദിവ്യ വപുസിൽ നിന്ന്, ദിവ്യ രൂപത്തിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം, ആ പ്രകാശത്തെയാണ് നമ്മൾ ബ്രഹ്മജ്യോതി എന്ന് അറിയുന്നത്. അപ്പൊ നമ്മൾ ബ്രഹ്മജ്യോതി കേൾക്കുമ്പോ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കണം. ആ സബ്ജക്റ്റ് കേട്ടാൽ അതിന്റെ പ്രെഡിക്കേറ്റ് നമ്മൾക്ക് ഓർമ്മ വരണം എന്നാണ് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളെയൊക്കെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ ബ്രഹ്മജ്യോതി എന്ന് കേട്ട് സാധാരണ മലയാളികളെല്ലാം അല്ലെങ്കിൽ അദ്വൈത ഫിലോസഫി പാലിക്കുന്നതെല്ലാം നമുക്ക് ബ്രഹ്മജ്യോതിസ് ലയിക്കുന്നതാണ് ജീവിതത്തിന്റെ അന്തിമമായിട്ടുള്ള ഒരു ഗോളായിട്ട് വെക്കുക. പക്ഷെ ഈ ബ്രഹ്മജ്യോതിസ് എന്താണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല, അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞു തരാണ്, നമ്മൾ ആ സബ്ജക്ട് ബ്രഹ്മജ്യോതിസ് എന്നുള്ള സബ്ജക്ട് കേട്ടാൽ അതിന്റെ കൂടെ ചേർന്ന് വരുന്ന, അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ പ്രെഡിക്കേറ്റ് ഓൾവേസ് ഫോളോ ദ സബ്ജക്ട്. സബ്ജക്റ്റിനോടൊപ്പം പ്രെഡിക്കേറ്റ് ഉണ്ട്. ആ സബ്ജക്ട് മാത്രമായിട്ട് നിൽക്കുന്നില്ല, സബ്ജക്റ്റിനെ നിൽക്കുന്ന ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട്. അപ്പൊ ബ്രഹ്മജ്യോതിസ് എന്ന് കേട്ടാൽ നമ്മൾ അതിനോടൊപ്പം വരുന്ന പ്രെഡിക്കേറ്റ്, അല്ലെ, ആഖ്യാതം എന്താണ്? ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രഭാപൂരമാണ് ആ ബ്രഹ്മജ്യോതിസ് എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ അവനെ മനസ്സിലാക്കണം. അപ്പൊ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും ഭഗവാനെയും കുറിച്ച് സാഹിത്യങ്ങൾ പ്രതിപാദിക്കാറുണ്ട്. അതിനാൽ ഈ 3 പദങ്ങളും അതീന്ദ്രജ്ഞാനത്തിന്റെ വിഷയങ്ങളായി വ്യാപകമായി അറിയപ്പെടുന്നു. എന്നാൽ നിരാകാര ബ്രഹ്മജ്യോതി എന്ന് അറിയപ്പെടുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യ വപുസിന്റെ പ്രഭാപൂരമാണെന്നത് വ്യാപകമായി അറിവുള്ളതല്ല. അത് ആൾക്കാർ അറിയുന്നില്ല. ഭഗവാനിൽ നിന്ന് അഭിന്നനായ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ഭാഗിക വിസ്തരണം മാത്രമാണ് പരമാത്മാവെന്നും വ്യാപകമായ അറിവില്ല. അപ്പൊ ഇനി അടുത്ത് പരമാത്മാവ് എന്തെന്നാണ്? ഭഗവാനിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് ബ്രഹ്മജ്യോതിസ്. അപ്പൊ ഇനി പരമാത്മാവ് എന്താണ്? അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ വസിക്കുന്ന ഭഗവാൻ പരമാത്മാവ് എന്ന് പറയുന്നത് ഇതേ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാഗികമായ വിസ്തരണമാണ്. ഇതേ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാഗികമായ വിസ്തരണമാണ് പരമാത്മാവായിട്ട് വസിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മം ശ്രീ ചൈതന്യന്റെ തേജസ് തന്നെയാണെന്നും പരമാത്മാവ് അവിടുത്തെ ബാഹിക ആവിഷ്കാരമാണെന്നും ചൈതന്യ മഹാപ്രഭു കൃഷ്ണനിൽ നിന്ന് അഭിന്നനാണെന്നുമുള്ള വിവരണങ്ങൾ ആധികാരിക വൈദിക ശാസ്ത്രങ്ങളിൽ നിന്നുള്ള തെളിവുകളോടെ പ്രമാണീകരിക്കണം. അപ്പൊ ബ്രഹ്മം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തേജസ് തന്നെയാണെന്നും പരമാത്മാവ് അവിടുത്തെ ബാഹിക ആവിഷ്കാരമാണെന്നും ചൈതന്യ മഹാപ്രഭു കൃഷ്ണനിൽ നിന്ന് അഭിന്നനാണെന്നുമുള്ള വിവരണങ്ങൾ ആധികാരിക വൈദിക ശാസ്ത്രങ്ങളിൽ നിന്നുള്ള തെളിവുകളോടെ പ്രമാണീകരിക്കണം. അപ്പൊ നമ്മള് ഇതെല്ലാം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയാണ്, ഇതിനൊക്കെ തന്നെ ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദരും പറയാണ്, ഇതൊക്കെ തന്നെ അതോറിറ്റിയാണ്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയാണ്, ആധികാരിക വൈദിക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഉറപ്പിച്ച് നമ്മൾ മനസ്സിൽ കുറിച്ചിടേണ്ട കാര്യം, ബ്രഹ്മജ്യോതിസ് എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യ സ്വരൂപത്തിന്റെ ആ ഒരു പ്രകാശം, പരമാത്മാവ് എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ബാഹിക ആവിഷ്കാരം, ഭഗവാൻ എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭു തന്നെ, അല്ലെ? ചൈതന്യ മഹാപ്രഭു ഭിന്നമല്ല, ഭഗവാനിൽ നിന്ന് കൃഷ്ണനിൽ നിന്ന് ഭിന്നനല്ല ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഇത്രയും നമ്മള് മനസ്സിൽ ഉറപ്പിച്ചു വെക്കേണ്ട കാര്യമാണ്. അടുത്ത പാരഗ്രാഫ്. ഗ്രന്ഥകാരൻ ആദ്യം തന്നെ വേദങ്ങളുടെ സാരം വിഷ്ണു തത്വം അഥവാ സർവവ്യാപിയായ വിഷ്ണുവാണെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. വേദങ്ങളുടെ സാരം എന്ന് പറയുന്നത് വിഷ്ണു തത്വം അഥവാ സർവവ്യാപിയായ വിഷ്ണുവാണെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. വിഷ്ണു തത്വത്തിന് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അവയിൽ ഏറ്റവും ഉന്നതമായത് ഭഗവത്ഗീതയിലും വൈദിക സാഹിത്യത്തിൽ ഉടനീളം സ്ഥിരീകരിച്ചിട്ടുള്ളത് പോലെ പരമവിഷ്ണുത്വമായ ഭഗവാൻ കൃഷ്ണനാണ്. കുറിക്കോടെ വായിക്കാം. ഗ്രന്ഥകാരൻ ആദ്യം തന്നെ വേദങ്ങളുടെ സാരം വിഷ്ണു തത്വം അഥവാ സർവവ്യാപിയായ വിഷ്ണുവാണെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു.
വിഷ്ണു തത്വത്തിന് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അവയിൽ ഏറ്റവും ഉന്നതമായത് ഭഗവത്ഗീതയിലും വൈദിക സാഹിത്യത്തിൽ ഉടനീളവും സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ പരമവിഷ്ണു തത്വമായ ഭഗവാൻ കൃഷ്ണനാണ്. വിഷ്ണു തത്വത്തിന് പല ആസ്പെക്ട്സ് ഉണ്ടെന്നും അതില് പരമവിഷ്ണു തത്വമായിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണമാണ്. ആ വിഷ്ണു തത്വമാണ്. വിഷ്ണു എന്ന് പറയുന്ന ഒരു തത്വമാണ്. ആ വിഷ്ണു തത്വത്തിൽ ഒരുപാട് ആസ്പെക്ട്സ് അല്ലെ. അതില് പരമ വിഷ്ണു തത്വം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീമദ് ഭാഗവത്തിൽ അവിടുന്ന് നന്ദസുതൻ, നന്ദഗോപരുടെ പുത്രൻ എന്ന് വിളിക്കുന്നു. നന്ദസുതൻ ശ്രീകൃഷ്ണ ചൈതന്യനായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടെന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവുമായി യാതൊരു വ്യത്യാസവും ഇല്ലെന്ന വൈദിക സാഹിത്യ നിർണയത്തെക്കുറിച്ചുള്ള തന്റെ അറിവാണ് അദ്ദേഹം ഈ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അപ്പൊ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത് നന്ദസുതൻ എന്നറിയപ്പെടുന്ന നന്ദഗോപരുടെ പുത്രൻ ആയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള ഒരു അവതാരം ഭഗവാൻ കൃഷ്ണന്റേത് തന്നെയാണ്. ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവുമായി യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് വൈദിക സാഹിത്യ നിർണയത്തെക്കുറിച്ചുള്ള തന്റെ അറിവാണ് അദ്ദേഹം ഈ പ്രസ്താവനയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഗ്രന്ഥകാരൻ ഇത് വരും ശ്ലോകങ്ങളിൽ തെളിയിക്കും. അപ്രകാരം ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ സർവതത്വങ്ങളുടെയും മൂലം ശ്രീകൃഷ്ണനാണെന്നും ശ്രീകൃഷ്ണനും ശ്രീചൈതന്യ മഹാപ്രഭുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നും തെളിയിക്കപ്പെടുന്ന പക്ഷം ശ്രീചൈതന്യ മഹാപ്രഭുവും എല്ലാ തത്വങ്ങളുടെയും മൂലമാണെന്ന് മനസ്സിലാക്കാൻ വിഷമമില്ല. അപ്പൊ ലാസ്റ്റ് വരെ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണനും ശ്രീചൈതന്യ മഹാപ്രഭുവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നും തെളിയിക്കപ്പെടുന്ന പക്ഷം ശ്രീചൈതന്യ മഹാപ്രഭുവും എല്ലാ തത്വങ്ങളുടെയും മൂലമാണ്. എല്ലാ വിഷ്ണു തത്വങ്ങൾ പലതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ വിഷ്ണു തത്വങ്ങളുടെയും മൂലമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് മനസ്സിലാക്കാൻ വിഷമമില്ല. വ്യത്യസ്ത സാക്ഷാത്കാരങ്ങളുടെ പാതകളിലുള്ളവർക്ക് വെളിവാകുന്ന ഒരേ പരമസത്യം ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും വിളിക്കപ്പെടുന്നു. അപ്പൊ അവസാനത്തെ വരി നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചാല് വ്യത്യസ്ത സാക്ഷാത്കാരങ്ങളുടെ പാതകളിലുള്ളവർക്ക് വെളിവാകുന്ന ഒരേ പരമസത്യം ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും വിളിക്കപ്പെടുന്നു. അപ്പൊ ഈ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും വിളിക്കപ്പെടുന്ന ആ ഒരു വ്യത്യസ്ത പാതയിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് കിട്ടുന്ന ആ ഒരു സാക്ഷാത്കാരം, വ്യത്യസ്ത സാക്ഷാത്കാരം. പക്ഷെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ഭഗവാൻ ഇതിന്റെയൊക്കെ തത്വം എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു ആണെന്ന് പറഞ്ഞു. ചോദിക്കാനുണ്ടോ? ഈ പോയിന്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അങ്ങ് മുന്നോട്ടോ. ആർക്കൊന്നും ചോദിക്കാനില്ല. അപ്പൊ ഞാൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ടൈം. ഭഗവാനെ 3 തലങ്ങളിൽ മനസ്സിലാക്കാം എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 3 തലങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മസാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം. ഓർഡർ ഒന്ന് മാറിപ്പോയി. ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. ഓക്കെ, അത് നമുക്ക് പണ്ടേ അറിയാം അല്ലേ? നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോ ചൈതന്യ ചരിതാമൃതം നമ്മൾ വായിച്ചതിലൂടെ ഉറപ്പിക്കുന്നത്, കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയും ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിലൂടെയും ഉറപ്പിച്ചു തന്ന പോയിന്റ് എന്താണ്? ഇത് 3 ഉണ്ട്. ഇത് 3 വ്യത്യസ്ത തലങ്ങൾ നമ്മൾ അറിയുന്നു. പക്ഷെ അത് എന്താണ് ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ട് ഈ ചൈതന്യ ചരിതാമൃതത്തിലെ ഈ ശ്ലോകങ്ങളിൽ നിന്നും പ്രഭുപാദരുടെ ഭാവാർത്ഥത്തിൽ നിന്നും നമുക്ക് ഇന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റിയത് എന്താണെന്നൊന്ന് പറയാം. അതായത് കൃഷ്ണനും മഹാപ്രഭുവും ഒന്ന് തന്നെയാണെന്നല്ലേ? ഓക്കെ, അതൊരു പോയിന്റ്. അവയിൽ ഏറ്റവും ഉന്നതമായത്
ഉം, ഭഗവത്ഗീതയിലും വൈദിക ഭഗവത് സാക്ഷാത്കാരം. ഉടനീളവും സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ പരമവിഷ്ണു തത്വമായ ഭഗവാൻ കൃഷ്ണനാണ് ശ്രീമദ് ഭാഗവതത്തിൽ അവിടെ നിന്ന് വൈദിക സാഹിത്യങ്ങളിലൂടെ ഉള്ള അറിവിനെ ഹരേ കൃഷ്ണ മാതാജി പറയുന്നു. കേക്കാം പറഞ്ഞോളൂ. വേദങ്ങളുടെ സാരം വിഷ്ണു തത്വം അഥവാ സർവ്വവ്യാപിയായ വിഷ്ണു ആണെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. വിഷ്ണു തത്വത്തിന് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അത് വേദഗ്രന്ഥങ്ങളിലൂടെ ഭഗവത്ഗീതയിലും വൈദിക സാഹിത്യത്തിലും ഉടനീളം സ്ഥിരീകരിച്ചിട്ടുള്ളത് പോലെ അതല്ലേ മാതാജി? പറഞ്ഞോളൂ. ഒരു പരമവിഷ്ണു തത്വമായ ഭഗവാൻ കൃഷ്ണനാണ് എന്ന് പറയുന്നത് പോലെ വേദസാഹിത്യങ്ങളിലൂടെ ചൈതന്യ മഹാപ്രഭു അതേ ഭഗവാൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയല്ലേ? അതെ. അപ്പൊ നമ്മളിത് ക്ലാരിറ്റിയോടുകൂടി നമ്മൾ വേണമെങ്കിൽ എഴുതി വെച്ച് മനസ്സിൽ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭഗവാനെ മനസ്സിലാക്കുന്നതിന് 3 തലം: ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ. സാക്ഷാത്കാരത്തിന്റെ 3 തലം. പക്ഷെ ഈ 3 തലം ഉണ്ടെന്ന് പറയുമ്പോഴും ഇവ 3ഉം വിഷയങ്ങളാണെന്നും ഇതിന്റെ ഇത് സബ്ജക്ട്സ് ആണെന്നും ഈ സബ്ജക്റ്റിന് ഒരു പ്രെഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ നമുക്ക് കിട്ടിയ ഒരു അറിവ് അല്ലെ. ഇതിനൊരു പ്രെഡിക്കേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇവിടെ പറയുന്ന വാക്കുകൾ ആഖ്യാതാവ് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത് ആഖ്യാതം. വേറൊരു രീതിയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷയം അതിന്റെ വിശേഷകം. ഒരു വിഷയം അതിന്റെ വിശേഷകം. അപ്പൊ സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റിനും അങ്ങനെയും പറയുന്നു, ഒരു വിഷയം അതിന്റെ വിശേഷകം. അതുപോലെ അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ബ്രഹ്മം, പരമാത്മാ, ഭഗവാൻ. ഇത് വിഷയം. ഈ വിഷയത്തിന്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് വിഷയത്തിനെ വർണ്ണിക്കുന്ന കാര്യം. ഇപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രെഡിക്കേറ്റ് എന്താണ്? ബ്രഹ്മം ആഖ്യാതാവാണെങ്കിൽ അതിന്റെ ആഖ്യാതം എന്താണ്? അല്ലെങ്കിൽ ബ്രഹ്മം വിഷയമാണെങ്കിൽ അതിന്റെ വിശേഷകം എന്താണ്? ബ്രഹ്മജ്യോതിസാണ് വിഷയം. ഈ ബ്രഹ്മജ്യോതിസ് എവിടെ നിന്ന് വരുന്നു? ഹരേ കൃഷ്ണ. അത് ഭഗവാന്റെ തന്നെ ഒരു ഇതല്ലേ, ഒരു പോഷൻ. ഭഗവാന്റെ ദിവ്യ സ്വരൂപത്തിന്റെ പ്രകാശം, ഭഗവാന്റെ ദിവ്യ വപുസിന്റെ പ്രകാശം, അതാണ് ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. അതും ഭഗവാൻ എന്ന് വെച്ചല്ലേ, ചൈതന്യ ചരിതാമത്തിൽ ഇവിടെ വ്യക്തമായിട്ട് ഭഗവാൻ എന്ന് വെച്ചാൽ ആരാണ്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യ ജ്യോതിസിന്റെ പ്രകാശം അല്ലേ. ഓരോ യുഗത്തിലും ഓരോ അവതാരമുണ്ട്. അപ്പൊ ആ യുഗത്തിൽ ആ അവതാരത്തെയാണ് കൂടുതൽ ആരാധിക്കേണ്ടതെന്ന് പറയുന്നത് പോലെ നമ്മൾ കലിയുഗത്തില് ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നതിനെക്കാട്ടിയും ആരാധിക്കേണ്ടത് ചൈതന്യ മഹാപ്രഭുവിനെയാണ്. ചൈതന്യ മഹാപ്രഭുവിൽ കൂടെയാണ് നമുക്ക് കൃഷ്ണനെ പ്രാപ്തമാകുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ആദ്യം ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസതി ഗോരഭക്തവൃന്ദ എന്ന് ജപിച്ചിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജപിക്കുന്നത്. അപ്പൊ അത് ആരാധിക്കുന്നത് നമ്മളിവിടെ ഭഗവാനായിട്ട് മനസ്സിലാക്കുന്ന ചൈതന്യ മഹാപ്രഭുവിനെ. വ്യക്തമായിട്ട് ചൈതന്യ ചരിതാമൃതം പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കേണ്ടത് ചൈതന്യ മഹാപ്രഭുവിനെയാണ്. ചൈതന്യ ഭക്തിയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇവിടെ ബ്രഹ്മജ്യോതിസ് എന്ന് നമ്മൾ കേട്ട നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആ ആഖ്യാതാവിനുള്ള ആഖ്യാതമായിട്ട്, വിഷയത്തിനുള്ള വിശേഷകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മജ്യോതിസ് എന്ന് വെച്ചാൽ എന്താണ്? ജയന്തമാജി, ബ്രഹ്മജ്യോതിസ് എന്താണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രകാശം, ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യ രൂപത്തിൽ നിന്ന് വരുന്ന പ്രകാശം. മഹാപ്രഭുവിന്റെ ഒരു പടം നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ മഹാപ്രഭു ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന മഹാപ്രഭുവിന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു പ്രകാശം വരുന്നത്. അപ്പൊ ആ പ്രകാശമാണ് ബ്രഹ്മജ്യോതിസ്. അപ്പൊ അടുത്ത വിഷയം എന്ന് പറയുന്നത് പരമാത്മാവ്. അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ അടുത്ത വിഷയം പരമാത്മാവ്. അപ്പൊ ഈ സെക്കൻഡ് പരമാത്മാവ് എന്ന് കേട്ടാൽ പക്ഷെ ആ ആഖ്യാതം എന്താണ്? നമ്മൾ ഉടനെ മനസ്സിൽ വരേണ്ട ആ
നോടൊപ്പം വരേണ്ട ആഖ്യാതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു അംശമായിട്ട് നമ്മളുടെ അകത്തുള്ള ഒരു ഊർജം. യെസ്, ബാഹിക വിസ്തരണം അല്ലെ, ഭഗവാന്റെ ബാഹിക വിസ്തരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ തന്നെ ബാഹിക വിസ്തരണം. അപ്പൊ പരമാത്മാവെന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാഗിക വിസ്തരണം, പാർഷ്യൽ ഇൻകാർണേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പലതരം ഇൻകാർണേഷൻ പറയുന്നത് പാർഷ്യൽ ഇൻകാർണേഷൻ. അപ്പൊ അതാണ് പരമാത്മാവ്. അപ്പൊ അഗൈൻ ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് വ്യത്യസ്തമല്ല. ബ്രഹ്മജ്യോതിസ് പറഞ്ഞാലും ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് വ്യത്യസ്തമല്ല ഭഗവാൻ. പക്ഷെ പൂർണ്ണമല്ല. ബ്രഹ്മജ്യോതിസിനെ മാത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോരാ. അത് ഭഗവാൻ നിന്ന് വരുന്ന പ്രകാശമാണ്. പരമാത്മാവിനെ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. അത് ഭഗവാന്റെ അംശമാണ്, ഭാഗ്യ വിസ്തരണ അംശമല്ല, ഭാഗ്യ വിസ്തരണമാണ്. പിന്നെ അടുത്ത ലെവല്. അപ്പൊ ഇത് രണ്ടും പക്ഷെ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമല്ല, ചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് വ്യത്യസ്തമല്ല. മൂന്നാമത്തെ വിഷയം നമ്മൾ ഈ ശ്ലോകങ്ങളിൽ നിന്ന് പഠിക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ സ്പിരിച്വൽ നോളജ് ആയിട്ട് പറയുന്ന മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഭഗവാൻ. എഗൈൻ അവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമ്മളെ വീണ്ടും കൊണ്ടെത്തിക്കുന്നു. ഭഗവാൻ എന്ന് വെച്ചാൽ അതേ നന്ദസുധൻ, അതേ കൃഷ്ണൻ ആയിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവാണ് ഭഗവാൻ. അപ്പൊ വീണ്ടും വീണ്ടും ചൈതന്യ മഹാപ്രഭുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ഓക്കെ, ഗ്രന്ഥകാരൻ ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഷയം. അടുത്ത ശ്ലോകത്തിന്റെ ഭാവാർത്ഥം വളരെ വലുതാണ്, അതുകൊണ്ട് അതിലേക്ക് പോകണമോ എന്ന് ആലോചിക്കുകയാണ്. ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണത്. ഓക്കെ, വായിക്കാം, തീരുമെന്ന് നോക്കാം. പ്രകാശ വിശേഷേ തേൻഹ ധരേ തിന നാമ ബ്രഹ്മ പരമാത്മാ ആര സ്വയം ഭഗവാൻ. തന്റെ വിവിധ ആവിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ 3 ഭാവങ്ങളിൽ അറിയപ്പെടുന്നു. ശ്രീല ജീവഗോസ്വാമി ഭഗവാൻ എന്ന പദത്തെ തന്റെ ഭഗവത് സന്ദർഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചിന്ത്യവും അചിന്ത്യവുമായ സർവശക്തി വിശേഷങ്ങളും അടങ്ങിയ സമ്പൂർണ്ണ നിരപേക്ഷ സത്യമാണ് ഭഗവാൻ. അത്തരം സമ്പൂർണ്ണ ശക്തി വിശേഷങ്ങളുടെ അഭാവത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്ന നിരപേക്ഷ സത്യത്തിന്റെ ഒരു ഭാഗിക ആവിഷ്കാരമാണ് അവ്യക്തിഗത ബ്രഹ്മം. ഭഗവാൻ എന്ന പദത്തിലെ ആദ്യത്തെ അക്ഷരമായ ഭായുടെ അർത്ഥം നിലനിർത്തുന്നവൻ എന്നും സംരക്ഷകൻ എന്നുമാണ്. അടുത്ത അക്ഷരമായ ഗായ്ക്ക് നായകൻ, പ്രേരകൻ, സൃഷ്ടാവ് എന്നൊക്കെയാണ് അർത്ഥം. വാ എന്ന അക്ഷരത്തിന്റെ സാരം വസിക്കുന്നവൻ. എല്ലാ സത്തകളും ഭഗവാനിലും ഭഗവാൻ എല്ലാ ജീവസത്തകളുടെയും ഹൃദയത്തിലും വസിക്കുന്നു എന്നാണ്. ഈ സങ്കല്പങ്ങളെയെല്ലാം സംയോജിപ്പിക്കുമ്പോൾ ഭഗവാൻ എന്ന പദം അചിന്ത്യമായ ശക്തി, ജ്ഞാനം, പ്രഭാവം, ഐശ്വര്യം, അധികാരം, സ്വാധീനം എന്നീ അന്യൂന്യങ്ങളായ വിവക്ഷകൾ ഉൾക്കൊള്ളുന്നു. ഭഗവാൻ എന്ന പദത്തിലെ ആദ്യത്തെ അക്ഷരമായ ഭായുടെ അർത്ഥം നിലനിർത്തുന്നവൻ എന്നും സംരക്ഷകൻ എന്നുമാണ്. അടുത്ത അക്ഷരമായ ഗ നായകൻ, പ്രേരകൻ, സൃഷ്ടാവ് എന്നൊക്കെയാണ് അർത്ഥം. വ എന്ന അക്ഷരത്തിന്റെ സാരം വസിക്കുന്നവൻ. എല്ലാ സത്തകളും ഭഗവാനിലും ഭഗവാൻ എല്ലാ ജീവസത്തകളുടെയും ഹൃദയത്തിലും വസിക്കുന്നു. ഈ സങ്കല്പങ്ങളെ എല്ലാം യോജിപ്പിക്കുമ്പോൾ ഭഗവാൻ എന്ന പദം അചിന്ത്യമായ ശക്തി, ജ്ഞാനം, പ്രഭാവം, ഐശ്വര്യം, അധികാരം, സ്വാധീനം എന്നീ അന്യൂന്യങ്ങളായ വിവക്ഷകൾ ഉൾക്കൊള്ളുന്നു. ഇത്തരം അചിന്ത്യമായ ശക്തി വിശേഷങ്ങളില്ലാതെ ഒരുവന് ആരെയും പുലർത്തുവാനോ സംരക്ഷിക്കുവാനോ സാധ്യമല്ല. വളരെ ഹെവി ആയിട്ടുള്ള ഇതാണ്. നമ്മൾ എല്ലാരും വിചാരിക്കുന്നത് നമ്മള് വലിയ സംരക്ഷകരാണെന്നാണ്. അച്ഛനമ്മമാർ വിചാരിക്കുന്നു മക്കളുടെ സംരക്ഷകനാണ്, ഭർത്താവ് വിചാരിക്കുന്നു ഭാര്യയുടെ സംരക്ഷകനാണ്, അല്ലെ? അപ്പൊ തിരിച്ചും വിചാരിക്കാം. അപ്പൊ ഇത്തരത്തിലൊക്കെ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ പറയാണ് ഇത്തരം അചിന്ത്യമായ ശക്തിവിശേഷങ്ങൾ ഇല്ലാതെ ഒരുവന് ആരെയും പുലർത്തുവാനോ സംരക്ഷിക്കുവാനോ സാധ്യമല്ല. നമ്മുടെ ആധുനിക സംസ്കാരം
ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധികൾ ആസൂത്രണം ചെയ്യുന്ന നമ്മുടെ ആധുനിക സംസ്കാരം ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധികൾ ആസൂത്രണം ചെയ്യുന്ന ശാസ്ത്രീയ ക്രമീകരണങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരുടെ ബൃഹത്തായ ബുദ്ധിയുടെ ക്രമീകരണങ്ങളാലാണ് എണ്ണമറ്റ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഭാരം വഹിക്കപ്പെടുന്നതെന്നും അവ ഒഴുകി നടക്കുന്ന അളവറ്റ ശൂന്യാകാശം സൃഷ്ടിക്കുന്നത് ആരാണെന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിന് ആവശ്യമായ ബുദ്ധിയെ പരിഗണിക്കുന്ന പക്ഷം വിവിധ ഗ്രഹവ്യൂഹങ്ങളുടെ ക്രമീകരണങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ള ബൃഹത്തായ ഒരു ബുദ്ധി ഇല്ലെന്ന് ചിന്തിച്ച് ആരും വിഡ്ഢിയാവുകയില്ല. പരമോന്നതമായ ഒരു ബുദ്ധിയുടെ പരമോത്കൃഷ്ടമായ ക്രമീകരണങ്ങൾ ഇല്ലാതെ ബൃഹത്തായ ഗ്രഹങ്ങളുടെ ശൂന്യാകാശത്തിൽ ഒഴുകി നടക്കുമെന്ന് വിശ്വസിക്കാൻ യാതൊരു ന്യായവുമില്ല. ഈ വിഷയം ഭഗവത്ഗീതയിൽ വ്യക്തമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവിടെ ഭഗവാൻ പറയുന്നു, ഓരോ ഗൃഹത്തിലും ഞാൻ പ്രവേശിക്കുന്നു, എന്റെ ശക്തിയാൽ അവ ഭ്രമണപഥത്തിൽ നിൽക്കുന്നു. ഗൃഹങ്ങൾ ഭഗവാന്റെ പിടിയിൽ നിൽക്കാതിരിക്കുന്നെങ്കിൽ അവ ധൂളി പോലെ വായുവിൽ ചിതറിപ്പോകുമായിരുന്നു. അവിടുത്തെ അചിന്ത്യ ശക്തിയെക്കുറിച്ച് ആധുനിക ശാസ്ത്രജ്ഞർക്ക് അപ്രായോഗികമായ വിശദീകരണം മാത്രമേ നൽകാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഭ എന്ന് വെച്ചാൽ നിലനിർത്തുന്നവൻ, സംരക്ഷകൻ. ഗ എന്ന് വെച്ചാൽ നായകൻ, പ്രേരകൻ, സൃഷ്ടാവ്. വ എന്ന് വെച്ചാൽ വസിക്കുന്നവൻ. നമ്മൾ ഭഗവാന്റെ ഹൃദയത്തിലും ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലും വസിക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ എന്ന് പറയുമ്പോൾ 6 ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അചിന്ത്യമായ ശക്തി, ഫുൾ സ്ട്രെങ്ത്. ജ്ഞാനം, ഫുൾ നോളജ് അല്ലെ. പ്രഭാവം, അല്ലെങ്കിൽ പ്രഭാവത്തിന് എന്താ പറയാ ഇംഗ്ലീഷില്? പ്രഭാവം. ഓക്കെ. ഐശ്വര്യം, അധികാരം, സ്വാധീനം. അപ്പൊ ഇതില് നമുക്ക് വായിച്ച് വരുമ്പോ ഇതില് ശക്തിയെ വിശേഷിപ്പിക്കുകയാണ്. ശക്തിയുടെ വിശേഷണമായിട്ട് പറയാണ്, കംപ്ലീറ്റ് പ്രപഞ്ചത്തിലെ കംപ്ലീറ്റ് പ്ലാനറ്ററി സിസ്റ്റത്തിനെ എല്ലാം കറക്റ്റായിട്ട് നിലനിർത്തി അതാത് കൊണ്ടുപോകുന്ന അത് ഭഗവാന്റെ ശക്തി വിശേഷമായിട്ട് ഇവിടെ വർണ്ണിക്കുകയാണ്. ഭ, ഗ, വ എന്നീ അക്ഷരങ്ങളുടെ ശക്തി വൈഭവം അനേകം വ്യത്യസ്ത അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രയോഗിക്കപ്പെടുന്നു. ഭഗവാൻ തന്റെ വ്യത്യസ്ത ശക്തികളാകുന്ന പ്രതിനിധികളുടെ എല്ലാറ്റിനെയും സംരക്ഷിക്കുകയും പുലർത്തുകയും ചെയ്യുന്നു. അപ്പം ഭഗവാൻ തന്റെ വ്യത്യസ്ത ശക്തികളാകുന്ന പ്രതിനിധികളിലൂടെ ആണ് ഇതൊക്കെ സംരക്ഷിക്കുന്നത് അല്ലെ. നമുക്കിപ്പം മറ്റു പല ദേവീദേവന്മാരെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ദേവീദേവന്മാരെല്ലാം ഭഗവാന്റെ പ്രതിനിധികളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതെല്ലാം വെച്ച് അവരുടെ ഈ പ്രതിനിധികളിലൂടെ ഭഗവാൻ കംപ്ലീറ്റ് സംരക്ഷണം നടത്തുന്നു. എന്നാൽ സ്വഭക്തന്മാരെ മാത്രം സ്വയം സംരക്ഷിക്കുകയും പുലർത്തുകയും ചെയ്യുന്നു. ഭയങ്കര ഹെവി പോയിന്റ്സ് ആണ്. ഭഗവാന്റെ ഭക്തനാണ് നമ്മളെങ്കിൽ ഭഗവാൻ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നതും പുലർത്തുന്നതും. അല്ല, ജയദേവ് ഗോസ്വാമിക്ക് സംശയം തോന്നിയത് നമുക്കറിയാം. അപ്പൊ നേരിട്ട് അല്ലേ. എന്തായിരുന്നു ആ ശ്ലോകം? LICയുടെ പദമാണല്ലോ, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്തായിരുന്നു ആദ്യം? എനിക്കും ഓർമ്മ വരുന്നില്ല. അറിയാമായിരുന്നു മാതാജി. അത് എന്താ ഒരു ഭഗവത്ഗീതയിലെ ശ്ലോകം അല്ലേ മാതാജി ഉദ്ദേശിച്ചത്? അതെ 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 അതെ, അത് മറന്നുപോയി. എനിക്കറിയായിരുന്നു. യോഗക്ഷേമം മഹാമ്യം. അപ്പൊ ഭഗവാൻ നേരിട്ട് തന്നെ നേരിട്ട് തന്നെ ഭഗവാൻ നമുക്ക് ഉള്ള കുറവുകളൊക്കെ നിലനിർത്തി, നമുക്ക് ഉള്ളതൊക്കെ നിലനിർത്തി കുറവുകളെ തരികയും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യൂ. അപ്പൊ നേരിട്ട് ചെയ്യൂ അല്ലെ ജയദേവ് ഗോസ്വാമിക്ക് സംശയം തോന്നിയത്. അപ്പൊ അതുപോലെ ഇവിടെ പറയാണ് ഭഗവാൻ ഈ കംപ്ലീറ്റ് സംരക്ഷകനാണ്, നിലനിർത്തുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞു. ഈ നിലനിർത്താൻ വേണ്ടി, ഈ പ്രപഞ്ചത്തിനെ നിലനിർത്താനൊക്കെ വേണ്ടി ഭഗവാന്റെ പ്രതിനിധികളുണ്ട്. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ നേരിട്ടാണ് സംരക്ഷിക്കുകയും പുലർത്തുകയും ചെയ്യുന്നത്. ഒരു രാജാവ് രാജ്യത്തിന്റെ സംരക്ഷണവും നിലനിൽപ്പും വിവിധ ഭരണ മാധ്യസ്ഥകളിലൂടെ നിർവഹിക്കുമ്പോഴും സ്വന്തം സന്താനങ്ങളുടെ സംരക്ഷണം സ്വയം ചെയ്യുന്നത് പോലെ ഭഗവാൻ സ്വയം ഭക്തന്മാരുടെ വഴികാട്ടിയാണ്. ഓ കൃഷ്ണ, ഒരു ബ്യൂട്ടിഫുൾ ഉപമയാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. രാജാവ് രാജ്യം നിലനിർത്തുന്നതിനായിട്ട് രാജാവിന് ഒരുപാട് പ്രതിനിധികളൊക്കെ കാണും അല്ലെ. വിവിധ ഭരണ അല്ലെ, ഓരോ മന്ത്രിമാര് കാണും, ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്വന്തം മക്കളെ രാജാവ് നേരിട്ടാണ് സംരക്ഷിക്കുന്നത്. അത് മിനിസ്റ്ററിനെ വെച്ചിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടില്ലേ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ
വന്നിട്ട് കംപ്ലീറ്റ് കേരളം ഭരിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് വെച്ച് മിനിസ്റ്റേഴ്സിനെ വെച്ചിട്ടാണ് കാര്യം നോക്കുന്നത്. പക്ഷെ സ്വന്തം മക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിസ്റ്ററിനെ കൊണ്ടുവരില്ലല്ലോ, അവനവൻ തന്നെയാണ് നോക്കുക. അതുപോലെ ഭഗവാന്റെ സ്വന്തം മക്കളാണ് ഭക്തന്മാര്. അതുകൊണ്ട് ഭക്തന്മാരെ ഭഗവാൻ നേരിട്ടാണ് സംരക്ഷിക്കുന്നത്. ഭക്തിയുടെ പാതയിൽ പുരോഗതി ആർജിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടുന്ന് നേരിട്ട് തന്റെ പ്രിയ ഭക്തന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുമെന്നും അவ்விധത്തിൽ അവർക്ക് നിശ്ചയമായും ഭഗവത് സാമ്രാജ്യം പോകാൻ സാധിക്കുമെന്നും ഭഗവത്ഗീതയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. അല്ലെ? അപ്പൊ 10ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്, അപ്പൊ ആരാണോ അനന്യഭക്തി ചെയ്യുന്നത് അവർക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാനുള്ള നോളജ്, അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണം ഭക്തിയില് എന്നുള്ള ആ ഒരു നോളജ് ഭഗവാൻ തന്നെ ഹൃദയത്തിൽ നൽകും. അല്ലെ? ഭഗവാൻ തന്നെ അത് ഹൃദയത്തിൽ നൽകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിവിടെ വീണ്ടും പ്രഭുപാദർ ഈ ഭാവാർത്ഥത്തിൽ സ്ഥിരീകരിക്കുകയാണ്. തന്റെ പ്രിയ ഭക്തന്മാർക്ക് നിർദ്ദേശങ്ങൾ ഭഗവാൻ നേരിട്ട് നൽകുമെന്നും അത് വയ്ക്കാം. ഭഗവാൻ സ്വന്തം ഭക്തന്മാരുടെ വഴികാട്ടിയാണ്. ഭക്തിയുടെ പാതയിൽ പുരോഗതി ആർജിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവിടുന്ന് നേരിട്ട് തന്റെ പ്രിയ ഭക്തന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുമെന്നും ആ വിധത്തിൽ അവർക്ക് നിശ്ചയമായും ഭഗവത് സാമ്രാജ്യം പോകാൻ സാധിക്കുമെന്നും ഭഗവത്ഗീതയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഭഗവാനെ ആത്യന്തിക ലക്ഷ്യമാക്കിയ ഭക്തന്മാർ അർപ്പിക്കുന്ന എല്ലാ ആരാധനകളും അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ സ്വഭക്തന്മാർക്ക് അവിടുന്നിനോട് അതീന്ദ്രിയ പ്രേമഭക്തി വളർത്തുന്നതിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ ഭക്തന്റെ പക്കലുള്ള ഭൗതിക സംരക്ഷകരായ എല്ലാവരെയും മരവിപ്പിച്ചുകൊണ്ട് ഭക്തന്റെ ഭൗതിക ആകർഷണങ്ങൾ നിർബന്ധപൂർവം എടുത്തു കളഞ്ഞാണ് ഭഗവാൻ ഇത് ചെയ്യുക. എന്തിനെന്നാൽ ഇങ്ങനെ ചെയ്താൽ ഭക്തൻ പരിപൂർണമായും ഭഗവാന്റെ സംരക്ഷണത്തെ ആശ്രയിക്കുകയും ഈ വിധത്തിൽ ഭഗവാൻ അവിടുത്തെ ഭക്തന്റെ നായകനാണെന്ന് സ്വയം തെളിയിക്കുന്നു. കുറച്ച് വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളത്. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇത് തീർച്ചയായിട്ടും നടക്കുമെന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നടക്കുമെന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ നേരിട്ട് അല്ലെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ ഇപ്പൊ പരമാത്മാവിന്റെ രൂപത്തിലായിരിക്കാം ഭഗവാൻ അത് നൽകുമെന്നും പോരാഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, സ്വഭക്തന്മാർക്ക് അവിടുന്നതിനോട് അതീന്ദ്രിയ പ്രേമഭക്തി വളർത്തുന്നതിന് അനുകൂലമായ സാഹചര്യം ഭഗവാൻ സൃഷ്ടിക്കുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും പല ഡിവോട്ടീസും പറഞ്ഞ് വിഷമിച്ച് കേട്ടിട്ടുണ്ട്, എനിക്കൊരു കറക്റ്റ് സിറ്റുവേഷൻ ഇല്ല, എനിക്ക് കൃഷ്ണ കോൺഷ്യസ്നസ് പാലിക്കുന്നതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്നൊക്കെ. അപ്പൊ നമ്മളിവിടെ പ്രഭുപാദരുടെ വാക്കുകളെ മനസ്സിലാക്കിക്കൊണ്ടും വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ആദ്യം കുറച്ച് പരീക്ഷണങ്ങളിൽ കൂടെയൊക്കെ കടന്ന് നമ്മൾ പോയാലും പിന്നീട് തീർച്ചയായിട്ടും സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭക്തന്റെ പക്കലുള്ള ഭൗതിക സംരക്ഷകരായ എല്ലാറ്റിനെയും ഇപ്പൊ നമുക്കൊക്കെ ഓരോ ഭൗതിക സംരക്ഷകരുണ്ടാവും. നമ്മുടെ ഒരു സെക്യൂരിറ്റി അല്ലെ, നമ്മുടെ സുരക്ഷ എന്ന് പറഞ്ഞ് നമ്മൾ പലരെയും സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഭൗതികമായിട്ടുള്ള പല സുരക്ഷകൾ നമുക്കുണ്ടാവും. പക്ഷെ ചിലപ്പോ ഒരു ഭക്തൻ മുന്നോട്ട് പോകുമ്പോൾ അഡ്വാൻസ് ചെയ്യുന്ന ഒരു സമയത്ത് ഭൗതിക സംരക്ഷകരായ എല്ലാവരെയും മരവിപ്പിച്ചുകൊണ്ട് ഭക്തന്റെ ഭൗതിക ആകർഷണങ്ങൾ നിർബന്ധപൂർവം എടുത്തു കളഞ്ഞ് ഭക്തനെ ഭക്തിയില് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭഗവാൻ നേരിട്ട് ഇടപെടും. ഭക്തന്റെ ജീവിതത്തിൽ ഭഗവാൻ നേരിട്ട് ഇടപെടും. എന്തിനെന്നാൽ ഇങ്ങനെ ചെയ്താൽ ഭക്തൻ പരിപൂർണമായും ഭഗവാന്റെ സംരക്ഷണത്തെ ആശ്രയിക്കും. ഭഗവാന്റെ സംരക്ഷണത്തിനെ ആശ്രയിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. ഈ വിധത്തിൽ ഭഗവാൻ അവിടുത്തെ ഭക്തന്റെ നായകനാണെന്ന് സ്വയം തെളിയിക്കുന്നു. കൃഷ്ണ ഗോവിന്ദ. ഭഗവാൻ നമുക്ക് തെളിയിച്ചു തരണം, ഞാനാണ് നിന്റെ നായകൻ അല്ലെ, ഭക്തന്റെ നായകൻ ഞാനാണെന്ന് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് തെളിയിച്ചു തരാം. ഹരേ കൃഷ്ണ മാതാജി, ഒരു സംശയം മാതാജി. അത് ഹരിബോ. അതായത് ഇതിൽ ഭാഗവത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്, ഞാൻ ആരെങ്കിലും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ സമസ്തവും എടുത്തു മാറ്റുമെന്ന് പറയുന്നു. അതെ അതെ അതെ, അതിന്റെ ഒരു മീനിങ് തന്നെയല്ലോ ഇതിലും വരുന്നത്, ഭൗതികമായിട്ടുള്ള എല്ലാത്തിനും പറയുമ്പോൾ. അതെ 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 അതെ, ഒരു പക്ഷെ അതൊരു ശ്ലോകമായിട്ട് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം.
ഹരേ കൃഷ്ണ, ഹരിബോൾ. എക്സാക്ട്ലി ഇപ്പൊ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ഇടപെടുക എന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെ? ഓരോ ഭക്തന്റെ ജീവിതത്തിലും ഭഗവാൻ ഇടപെടുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും. കാരണം അല്ലെ, അതിൽ ഒരേപോലെ അല്ല. ആ വിവരണത്തിൽ, പ്രഭുപാദിന്റെ വിവരണത്തിൽ പറയുന്നുണ്ട്. അതായത് ഭൗതികമായ നേട്ടങ്ങളെല്ലാം പോകുന്ന ഒരാളെ എല്ലാവരും കൈയൊഴിയും, അപ്പോ ഭഗവാനെ കൂടുതൽ ആശ്രയിക്കാൻ പോകും എന്ന് ഭാഗവത്തിൽ ആ പർപ്പോട്ടിൽ പറയുന്നുണ്ട് പ്രഭുപാദരുടെ. Correct, correct. ഹരേ കൃഷ്ണ. എനിക്ക് എന്റെ സ്വന്തം അച്ഛൻ തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. ഹരിബോൾ. അച്ഛൻ വന്ന് പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. MLA 2 തവണ MLA ആയിരുന്നു, 1 തവണ മന്ത്രിയായിരുന്നു. പക്ഷെ ഒരുപാട് ഈ MLA മന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ നന്ദപുത്രദാസ് എന്ന് പറയുന്ന ഒരു ഭക്തൻ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ലൈഫ് മെമ്പർഷിപ്പ് എടുക്കാമോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു എടുക്കാന്ന് പറഞ്ഞു. അന്ന് 1000 രൂപയാണ്. അപ്പൊ നോ പറയില്ല, എടുക്കാന്ന്. അങ്ങനെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തു. ഭാഗവതം സെറ്റ് കിട്ടി, വീട്ടിലിങ്ങനെ വെച്ചു. നമ്മൾ 3 മക്കളുണ്ട്. 3 മക്കളോട് പറഞ്ഞു, ഇത് ഫുൾ ആരാദ്യം വായിച്ചു തീർക്കും അവർക്ക് എന്റെ ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ കാര്യം തൊട്ടില്ല, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് സാമ്പത്തികമായി മുഴുവൻ പോയി അച്ഛന്. ടോട്ടലായിട്ട് വലിയൊരു ബാങ്ക്രപ്സിയുടെ അവസ്ഥയിലേക്ക് വരികയും അച്ഛന് ഇവിടുന്ന് നാട് വിട്ട് ഹോങ്കോങ്ങിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ ഹോങ്കോങ്ങിലെ തെരുവുകളിൽ കൂടെ അച്ഛൻ ഇങ്ങനെ നടക്കുകയാണ്. എവിടെ പോകണമെന്ന് അറിയില്ല, എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് അറിയില്ല, എവിടെ തല ചായ്ക്കുന്ന അറിയില്ല. ആ അവസ്ഥയിൽ ഇങ്ങനെ നടക്കുമ്പോ ഇസ്കോണിൽ നിന്നുള്ള 2-3 ഭക്തന്മാര്, ഒരു ഭക്തൻ ലക്ഷ്മൺ പ്രഭു എന്ന് പറയും. ലക്ഷ്മൺ പ്രഭു കുറെ പുസ്തകങ്ങളായിട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇറങ്ങിയിരിക്കും. അപ്പൊ അച്ഛനെ കണ്ടപ്പോ ഇന്ത്യക്കാരനാണല്ലോ, അപ്പം ചിലപ്പോ ഭഗവത്ഗീത വാങ്ങിക്കുമായിരിക്കും പറഞ്ഞിട്ട് നേരെ പോയിട്ട് ചോദിച്ചു, പുസ്തകം എടുക്കുന്നോന്ന് ചോദിച്ചു, ഭഗവത്ഗീത എടുക്കുന്നോന്ന് ചോദിച്ചു. പക്ഷെ ഇവരെ കണ്ടോണ്ട് അച്ഛൻ പറഞ്ഞു, ലക്ഷ്മൺ പ്രഭുവിനെ കണ്ടോണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ലൈഫ് മെമ്പർ ആണ്, എനിക്ക് കാർഡൊക്കെ ഉണ്ട്, ലൈഫ് മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് എവിടെ താമസിക്കണമെന്നോ ഒന്നും അറിയാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയും. അപ്പൊ ലക്ഷ്മൺ പ്രഭു പറയും, പക്ഷെ എനിക്ക് കാർഡ് ഇപ്പൊ കയ്യിലില്ല കേട്ടോ എന്ന് പറയും. അപ്പൊ നമുക്കറിയാം ലൈഫ് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ 3 ദിവസം ഇസ്കോണിൽ ഫ്രീ ആയിട്ട് താമസിക്കാം. അപ്പൊ ലക്ഷ്മൺ പ്രഭു പറയും, ശരി, പിന്നെ കാർഡ് ഇല്ലെങ്കിലും സാരമില്ല, നിങ്ങൾ ലൈഫ് മെമ്പർ ആണെന്നല്ലോ പറഞ്ഞത്, ഇസ്കോൺ തൽക്കാലം നിങ്ങൾക്ക് എവിടെ താമസിക്കണം അറിയില്ല എന്നല്ലേ പറഞ്ഞത്, തൽക്കാലം ഇസ്കോണിൽ വന്ന് താമസിക്കാം, 3 ദിവസം അവിടെ താമസിക്കാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മൺ പ്രഭു അച്ഛനെ വിളിച്ചുകൊണ്ട് ഇസ്കോൺ സെന്ററിൽ പോവാണ്. അവിടെ ഹിസോളിന് സമാകൃഷ്ണ ഗോസ്വാമി മഹാരാജന്റെ വ്യാസപൂജ കൂടിയായിരുന്നു. അപ്പൊ മഹാരാജ് അന്ന് അവിടെ ഉണ്ട്. അപ്പൊ എപ്പോഴും അവിടെ ഉണ്ടാവില്ല, വല്ലപ്പോഴുമാണ് ഹോങ്കോങ്ങിൽ വരിക. പക്ഷെ ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് പോലെ അന്ന് സമകൃഷ്ണ മഹാരാജ് അവിടെ, ഹിസോളിന് സമകൃഷ്ണ മഹാരാജ് അവിടെ ഉണ്ട്. അപ്പൊ എന്നിട്ട് മഹാരാജ് ഉടനെ മഹാരാജന്റെ ഒരു ദർശനം ടൈം ഫിക്സ് ചെയ്ത് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും ഈ ലക്ഷ്മൺ പ്രഭു. അങ്ങനെ അച്ഛൻ നേരെ മഹാരാജന്റെ അടുത്ത് പോവുകയും അച്ഛൻ ഇരുന്ന് കരയും. അച്ഛൻ പറയും, ഞാൻ മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന ആളാണ്, പക്ഷെ ഇന്നിപ്പോ എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, എവിടെ നിക്കണം എന്നറിയില്ല, എന്ത് കഴിക്കണം എന്നറിയില്ല, ആ അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയും. അപ്പൊ മഹാരാജ് പറയും, യു ക്യാൻ സ്റ്റേ ഹിയർ. ഇതൊരു ബ്രഹ്മചാരി ആശ്രമം. ഹോങ്കോങ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ ഉണ്ട്. ടെമ്പിളിന്റെ ഇടതുവശത്ത് ഒരു ബ്രഹ്മചാരി ആശ്രമമുണ്ട്, വലതുവശത്ത് ഒരു ബ്രഹ്മചാരിണി ആശ്രമമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ബ്രഹ്മചാരി ആശ്രമത്തിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടി പോകാൻ പറ്റുന്നിടത്ത്, ഒരു മാറിപ്പോകാനുള്ള അവസരം വരുന്നവരെ ഇവിടെ താമസിച്ചോളാൻ പറയും. അങ്ങനെ അച്ഛൻ ഇസ്കോണിലെ ബ്രഹ്മചാരി ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് രാവിലെ പൂജയ്ക്കൊക്കെ പോയി നിൽക്കും. പിന്നെ സൺഡേ ക്ലാസ്സിനെല്ലാം പോയി ഇങ്ങനെ ഇരിക്കും. പക്ഷെ പറയും, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും, ഒന്നും മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് വേറൊരു ജോലിയൊക്കെ കിട്ടിയപ്പോ അച്ഛൻ പുറത്തു പോയി, അച്ഛൻ തന്നെ ജീവിക്കാനുള്ള അവസ്ഥ വന്നപ്പോ അവിടുന്ന് മാറി. എങ്കിലും സൺഡേസ് ഭക്ഷണം കഴിക്കും, നല്ല ഇന്ത്യൻ പ്രസാദം കിട്ടും, വേറെ ഒന്നും അത് കിട്ടില്ലല്ലോ. റോട്ടി, ദാൽ, റൈസ്, ഹൽവ ഒക്കെ ആയിട്ട് കിട്ടും. അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടി പോകും. എത്രയോ വർഷം, എനിക്കൊണ്ട് 8 വർഷമൊക്കെ എടുത്തു തോന്നുന്നു. ഇങ്ങനെ 8 വർഷം ഈ പോയിട്ട് ഇങ്ങനെ സൺഡേ പ്രോഗ്രാമിന് പോയിരുന്ന് ഉറങ്ങിയിട്ട് ഈ പ്രസാദവും കഴിച്ചിട്ട് ഇങ്ങനെ വരും. ഒരു 8 വർഷം ഹൃദയം ഇങ്ങനെ ശുദ്ധീകരിച്ച് അത്രയും കഴിഞ്ഞപ്പോ അച്ഛൻ ഇനി ഒരു പ്രാവശ്യം തമാകൃഷ്ണ മഹാരാജ് വന്നപ്പോ എനിക്ക് ദീക്ഷ തരണം എന്ന് പറയും. ആ മഹാരാജ് പറയും, ദീക്ഷ നൽകാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തോ ഇനിഷ്യേഷൻ സെറമണി ഉണ്ടായിരുന്നു, ദീക്ഷ കൊടുക്കുകയും എന്നിട്ട് പറഞ്ഞു, അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് ഞാൻ ബ്രാഹ്മണ ദീക്ഷ. അപ്പൊ അച്ഛന് പ്രായമുണ്ട്, മഹാരാജനെക്കാട്ടിയൊക്കെ പ്രായമുണ്ട്. ഇപ്പൊ അച്ഛനില്ല, മരിച്ചുപോയി. അടുത്ത മാസം തന്നെ ബ്രാഹ്മണ ദീക്ഷ തരാന്ന് പറഞ്ഞു. തൊട്ടടുത്ത മാസം ബ്രാഹ്മണ ദീക്ഷയും കൊടുത്തിട്ട് ടെമ്പിളിൽ പൂജാ സർവീസ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ടെമ്പിൾസ് പൂജാ സർവീസ് ചെയ്തു. അപ്പൊ അച്ഛൻ എപ്പോഴും ഈ ശ്ലോകം പറയും. മാതാജി പറഞ്ഞ ഈ ശ്ലോകം അച്ഛന് വളരെ പ്രിയപ്പെട്ട ഒരു ശ്ലോകമാണ്. ആരോടാണോ എനിക്ക് പ്രിയം തോന്നുന്നത് അവരുടെ എല്ലാമേ ഞാൻ എടുത്തു കളയും, അല്ലെ? അപ്പൊ ശരിക്കും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് അച്ഛൻ ഭക്തനായത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഇപ്പൊ തിരുവനന്തപുരത്ത് ഇങ്ങനെ നല്ല മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു, നല്ല പൈസയൊക്കെ ആയിട്ട് ജീവിച്ചെങ്കിൽ
ഈ ഒരു ലൈഫ് മെമ്പർഷിപ്പ് വാങ്ങിച്ചു, ലൈഫ് മെമ്പർഷിപ്പ് കിട്ടി എന്നതിന് ഉപരിയായിട്ട് ഒന്നും സംഭവിക്കില്ല. അതങ്ങനെ ഉണ്ടാവും, അത്ര തന്നെ. അതിൽ കൂടുതൽ നല്ല പൈസ ഉണ്ടാവും, നല്ല പ്രെയർ ഉണ്ടാവും, പെരുമയൊക്കെ ആയിട്ട്, നല്ല പൈസയൊക്കെ ആയിട്ട്, നല്ല കുടുംബമായിട്ട്, നല്ല ഭക്തൻ, നല്ല നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരായിരുന്നു. നോൺ വെജ് ഒക്കെ തിന്ന് നല്ലൊരു ധാർമ്മികൻ എന്നൊരു പേര് അച്ഛൻ അന്നേ ഉണ്ട്. ധാർമ്മികനായിട്ട് ജീവിക്കാൻ പറ്റും. അതിന്റെ അപ്പുറത്തേക്കൊന്നും പോകില്ല. അപ്പൊ ആ അവസ്ഥയിൽ നിന്നാണ് പിന്നെ എന്താ പറയാ, ഭഗവാന്റെ കാരുണ്യം. അപ്പൊ അങ്ങനെ നമ്മളെ നിലനിർത്തുന്നതല്ല ഭഗവാന്റെ കാരുണ്യം. നമുക്ക് വേണ്ട പൈസയൊക്കെ തന്ന്, നമുക്ക് വേണ്ട സുഖ സൗകര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാക്കി തന്ന്. ഇപ്പൊ സാധാരണഗതിക്ക് ഇപ്പൊ കൃഷ്ണ കോൺസിസ്റ്റൻസി വരാത്തവരൊക്കെ അമ്പലത്തിൽ പോകുന്നത് പലപ്പോഴും അതൊക്കെ പ്രാർത്ഥിക്കാനാണ്. ഭഗവാനെ എനിക്ക് വീട് തരണേ, കാറ് തരണേ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഭക്തന്മാരായി ഇരുന്ന് കഴിയുമ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന കുറെ ഭൗതിക സുരക്ഷകളുണ്ട്. നമ്മുടെ സെക്യൂരിറ്റീസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പിന്നെ നീതി, ന്യായം, ഞാൻ ഭയങ്കര നീതിമാനാണ്, ഞാൻ ഭയങ്കര ന്യായമുള്ളവനാണ്, ഞാൻ ഭയങ്കര ധാർമ്മികനാണ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഭഗവാനെ വെച്ച് നമ്മളോട് കാരുണ്യം തോന്നി ഇതെല്ലാം എടുത്തു കളയും. നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ് വച്ചിരിക്കുന്നത്, നമ്മുടെ ഗമ അല്ലേ, നമ്മളൊരു നല്ല പേഴ്സൺ ആണ്, നമ്മൾ നല്ല വ്യക്തിത്വമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര സത്യസന്ധൻ. ധർമ്മപുത്രർക്ക് ഉണ്ടായിരുന്നു ആ അഹങ്കാരം, ഞാൻ ഭയങ്കര സത്യസന്ധനാണ്. അപ്പൊ ഭഗവാൻ അത് ടെസ്റ്റ് ചെയ്തു, അവിടെ വീണു അല്ലേ, സത്യസന്ധത വിട്ടില്ല, അപ്പൊ അവിടെ തന്നെ വീണു. അപ്പൊ അങ്ങനെ നമ്മളെ ഭൗതിക സുരക്ഷകളൊക്കെ എടുത്തു മാറ്റും ഭഗവാൻ. നമുക്ക് കാരുണ്യം തരുമ്പോൾ നമ്മുടെ ഈ ഭൗതിക സുരക്ഷകളെല്ലാം എടുത്ത് മാറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് പിന്നെ ആശ്രയിക്കാൻ ഒന്നുമില്ല, നമ്മൾ ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു അവസ്ഥ. ധർമ്മപുത്രരെ നോക്കുന്ന ആ കഥ ഒന്ന് പറഞ്ഞു തരാമോ മാതാജി? അത് വേറൊന്നുമില്ല, ധർമ്മപുത്രരുടെ രഥം എപ്പോഴും ഉയർന്നേ നിൽക്കുള്ളൂ, നിലം തൊടത്തില്ല. പക്ഷെ അശ്വത്ഥമാവ് മരിച്ചു എന്ന് കള്ളം പറയാൻ പറയുമ്പോ കൃഷ്ണനോട് പറയും ഞാൻ കള്ളം പറയില്ല എന്ന് പറയും. മനസ്സിലായി. ഭഗവാൻ എന്താ പറയാ, ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ എന്താണോ സന്തോഷം നൽകുന്നത് അതാണ് ധർമ്മം അല്ലേ. അത് പറയാത്തപ്പോ, അത് പറയാൻ തയ്യാറാവാത്ത അപ്പൊ തന്നെ ഇടിച്ചു വീഴും, ആ രഥം അപ്പൊ തന്നെ ഇടിച്ചു താഴേക്ക് വീഴും. കാരണം ഇമ്പോർട്ടൻസ് കൊടുത്തത്, ഭഗവാനെക്കാട്ടി മുകളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ധർമ്മത്തിനാണ്, സത്യസന്ധതയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഭഗവാന് മുകളിലല്ല ഒന്നും. ഇപ്പൊ സത്യസന്ധയാണെങ്കിൽ പോലും ഭഗവാന് മുകളിലല്ല. നമ്മള് ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ഓരോന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും, ധർമ്മപുത്രർക്ക് വന്നിട്ട് സത്യസന്ധതയായിരിക്കാം, വേറൊരു വ്യക്തിക്ക് വന്നിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കാം, വേറെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ ഇത് ഒന്നും തന്നെ ഭഗവാന് മുകളിലല്ല. അപ്പൊ ഇത് ചിലപ്പോ ഇപ്പൊ ധനം എടുത്തു കളയും, ചിലർക്ക് നല്ല അഭിമാനം ഉണ്ടാവും, അതെടുത്തു കളയും ഇല്ലേ, പേരും പെരുമ ഉണ്ടാവും, അതെടുത്തു കളയും, സൽപ്പേരുണ്ടാവും, അതെടുത്തു കളയും. ചില ഭക്തന്മാർക്ക് ചീത്തപ്പേര് അല്ലെ, ഭഗവാനെ തന്നെ ചെയ്യുന്നതായിരിക്കും, ഭഗവാന് തന്നെ അതിലൊരു റോൾ ഉണ്ടാവും, അതേ എടുത്തു കളയും. ഇതൊക്കെ എടുത്തു കഴിയുമ്പോ പിന്നെ വേറെ ഒരു നിവൃത്തിയില്ല, ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള അല്ലാതെ. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ഭക്തന്മാർ എന്തിൽ കൂടെ കടന്നു പോയാലും പുറമെ നിന്ന് ിക്കാനും കളിയാക്കലും നമ്മുടെ ജോലിയല്ല എന്ന് പറയുന്നത് അല്ലെ. സാധുരേവസ്വ മന്തവ്യ, ഭഗവാനാണ് ഭക്തന്മാരുടെ സംരക്ഷിക്കുന്നത് നമ്മുടെ ജോലിയല്ല. അപ്പൊ എനിക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഐശ്വര്യമണി ആ ഭാവാർത്ഥം തീർന്നിട്ടില്ല, ഇവിടെ വെച്ച് നിർത്തും. അത് ഒരു രണ്ടു മൂന്ന് പാരാ കുറച്ച് പെട്ടെന്ന് വായിച്ച് തീർത്തോണോ? ആ പാരാഗ്രാഫ് തീർക്കണോ? ഈ തീർക്കണം ആ ശ്ലോകം തീർക്കണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ. ഭഗവാൻ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. കാരണം അവിടുന്ന് സദാ തന്റെ അന്തരംഗ ശക്തികളുമായി ആസ്വദിക്കുന്ന തിരക്കിലാണ്. എങ്കിലും ഭൗതിക ശക്തിയുടെയും തടസ്ഥ ശക്തിയുടെയും ജീവസത്തുകൾ പ്രാരംഭകൻ എന്ന നിലയിൽ തന്റേതുപോലെ തന്നെയുള്ള ശക്തികളോട് കൂടിയ പുരുഷാവതാരങ്ങളായി ഭഗവാൻ വിസ്തരിക്കുന്നു. പുരുഷാവതാരങ്ങളും ഭഗവത് തത്വത്തിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ഓരോന്നും ഭഗവാന്റെ മൂലരൂപത്തിൽ നിന്ന് ഭിന്നമല്ല. ജീവസത്തകൾ അതിസൂക്ഷ്മ കണികകളും ഗുണപരമായി ഭഗവാന് തുല്യരുമാണ്. അവർ ഭൗതിക ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് ഭൗതിക ആസ്വാദനത്തിനാണ്, സ്വതന്ത്ര വ്യക്തികളാകണമെന്ന അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനാണ്. ഈ അവസ്ഥയിലും അവർ ഭഗവാന്റെ പരമേച്ഛയ്ക്ക് വിഷയീഭൂതരാണ്.
അത്തരം ഭൗതിക ആസ്വാദന വ്യവസ്ഥകളുടെ മേൽനോട്ടത്തിന് പരമാത്മാവെന്ന നിലയിൽ ഭഗവാൻ തന്നെ സ്വയം ചുമതലപ്പെടുത്തുന്നു. ഒരു താൽക്കാലികമായ കച്ചവടമേളയുടെ ഉദാഹരണം ഇത് സംബന്ധിച്ച് വളരെ ഉചിതമാണ്. ഒരു പ്രദേശത്തെ പൗരന്മാർ ഹ്രസ്വകാലത്തെ ആസ്വാദനത്തിന് വേണ്ടി അത്തരം ഒരു മേളയിൽ ഒത്തുചേർന്നാൽ മേളയുടെ മേൽനോട്ടത്തിനായി സർക്കാർ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന് സർക്കാരിന്റെ എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കും. അതിനാൽ അയാൾ സർക്കാരിൽ നിന്ന് ഭിന്നനല്ല. മേള അവസാനിച്ചാൽ പിന്നെ അത്തരം ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യമില്ല. അയാൾ അയാളുടെ വീട്ടിലേക്ക് മടങ്ങും. പരമാത്മാവിനെ അത്തരം ഒരു ഉദ്യോഗസ്ഥനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ജീവസത്തകൾ എല്ലാം തികഞ്ഞവരല്ല. അവർ നിസ്സംശയം അവിടുത്തെ അംശങ്ങളും ഗുണപരമായി അവിടുന്ന് തുല്യവുമാണെങ്കിലും അവർ അവിടുത്തെ നിയന്ത്രണത്തിന് കീഴിലാണ്. അപ്രകാരം അവർ ഒരിക്കലും ഭഗവാന് തുല്യരല്ല. ജീവസത്തയോടൊപ്പം സഹവസിക്കുന്ന പരമാത്മാവ് പരമോന്നതനായ ജീവസത്തയാണ്. അതിനാൽ നിസ്സാരരായ ജീവസത്തകളെയും പരമോന്നതനായ ജീവസത്തെയും ആരും തുല്യനിലയിൽ കാണരുത്. ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിലെല്ലാം ശാശ്വതമായി നിലനിൽക്കുന്നതും ജീവസത്തുകൾ സമാധിയിൽ വിശ്രമിക്കുന്നതുമായ സർവ്വവ്യാപിയായ നിരപേക്ഷ സത്യത്തെ വ്യക്തിശൂന്യ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ് ശ്രീ പ്രഭുപാദ് കി ജയ്. ചൈതന്യ ചരിതാമൃത കി ജയ്. താങ്ക് യു മാജി. മാതാജി കേക്കാമോ? കേക്കാലോ? കേക്കാം. ഹരേ മാതാജി പ്രണാം. മാതാജിയുടെ അച്ഛൻ സെക്കൻഡ് ഇനിഷ്യേറ്റഡ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് പ്രഭുവിന്റെ പേരെന്ന് പറയാമോ? ദീക്ഷ പേര്? ശങ്കർഷൻ ദാസ്. ശങ്കർഷൻ ദാസ്. ഓ ശരിയാണ്, അന്ന് പറഞ്ഞിരുന്നു ആരോ. ശരിയാ. ഓ സൂപ്പർ, നല്ല ഒരു സൂപ്പർ ലീല. നന്നായിരിക്കും. താങ്ക് യു പ്രഭു. മാതാജി താങ്ക് യു. ഹരേ ഹരേ. His Holiness Tamal Krishna Goswami Maharaj ki jai. Jai. Hari Bol. Hare Krishna. Thank you, Mataji, for the nice class. ഹരേ Hare Krishna. ക്ലോസ് ചെയ്യട്ടെ മാജി? ഹരേ കൃഷ്ണ.